ദുരിതബാധിതരെ സഹായിക്കാൻ ബംഗാൾ രാജ്ഭവനിൽ എമർജൻസി സെൽ ജൽപായ്ഗുരിലെ ചുഴലിക്കാറ്റിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി കഴിഞ്ഞ ദിവസം പുലർച്ചെ സംഭവസ്ഥലത്തെത്തിയ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയുണ്ടായി. ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, അവരെയും ഗവർണർ സന്ദർശിച്ചു. അദ്ദേഹം ചൊവ്വാഴ്ചയും ജയ്പാൽഗുരിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. നമുക്ക് ഒരുപാട് നല്ല ഗവർണർമാരുണ്ട്, പല സംസ്ഥാനങ്ങളിലും നല്ല ഗവർണർമാരുണ്ട്. അവർ ഒരു ദുരിതം സംസ്ഥാനത്തുണ്ടായാൽ ആ പ്രദേശം സന്ദർശിക്കാറുണ്ട്, വേണ്ട നടപടികൾ സ്വീകരിക്കാറുണ്ട്. പക്ഷെ അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് പലയിടത്തും വിരളമായി മാത്രം കാണാവുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് അദ്ദേഹം പലപ്പോഴും ബംഗാളിലെ പല പ്രശ്നങ്ങൾക്കും ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഇനിയിപ്പോൾ സംഘർഷബാധിത പ്രദേശമാണെങ്കിൽ പോലും തൻ്റെ ജീവന് അല്ലെങ്കിൽ തനിക്ക് തൻ്റെ സുരക്ഷയ്ക്കൊക്കെ പ്രശ്നമുണ്ടാകുന്ന ഒരു ഇടം ആണെങ്കിൽ പോലും അവിടെയുള്ള ദുരിതബാധിതരായ അല്ലെങ്കിൽ സംഘർഷത്തിൽ ഏർപ്പെട്ട് വിഷമസന്ധിയിലാകുന്ന ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പലപ്പോഴും വാഗ്ദാനം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ഗവർണറാണ് ശ്രീ സി വി ആനന്ദബോസ് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്, നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ് ഈ ചുഴലിക്കാറ്റ് സംബന്ധമായ ഈ സ്ഥിതിഗതികൾ വഷളായ പ്രദേശങ്ങളിൽ, ദുരിതബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം നേരിട്ടെത്തുകയും അവിടെ വേണ്ടത് എന്താണ് എന്നത് നേരിട്ട് ഇടപെട്ട് ചെയ്തു കൊടുക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ സൂചിപ്പിക്കുന്നത്. രാജ്ഭവനിൽ എമർജൻസി സെൽ രൂപീകരിച്ചു. ദില്ലിയിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ഗവർണർ ബന്ധപ്പെട്ടു. ജയ്പാൽഗുരിയിലേക്ക് കൂടുതൽ മനുഷ്യശക്തിയും സാമഗ്രികളും എത്തിച്ച് പ്രതിരോധ രക്ഷാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ അദ്ദേഹം NDMAക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായും ഗവർണർ ബന്ധപ്പെട്ടു. പടിഞ്ഞാറൻ ചുഴലിക്കാറ്റിന്റെ ആഘാതത്തിൽ ജൽപായ്ഗുരി, കുച്ച് ബിഹാർ, അൽപുർദ്വാർ എന്നിവിടങ്ങളിലാണ് വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത്. പെട്ടെന്നുണ്ടായ കൊടുങ്കാറ്റിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം പകരാൻ എല്ലാവിധ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കുന്നതിനാണ് രാജ്ഭവനിൽ പ്രത്യേക സെൽ സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന് വൃത്തങ്ങൾ അറിയിച്ചു. നോർവെസ്റ്റർ ചുഴലിക്കാറ്റിനൊപ്പം ആലിപ്പഴ വർഷവും ഉണ്ടായി. ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങളും വൈദ്യുതി ലൈനുകളും പിഴുതെറിയപ്പെട്ടു. അപകടങ്ങൾ ഒഴിവാക്കാൻ ജില്ലയിലാകെ വൈദ്യുതി വിതരണം നിർത്തിവെച്ചതായും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്റെ അനുശോചനം രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് ജൽപായ്ഗുരി, മൈനാഗുരി പ്രദേശങ്ങളിൽ പൊടുന്നനെ കനത്ത മഴയും കൊടുങ്കാറ്റും വലിയ ദുരന്തങ്ങൾ വരുത്തിയിരുന്നു. മനുഷ്യജീവനുകൾക്ക് പരിക്കുകൾ, വീടുകൾക്ക് കേടുപാട് സംഭവിക്കൽ, മരങ്ങളും വൈദ്യുതി തൂണുകളും വീഴൽ എന്നിവയും ഉണ്ടായി. ജില്ലാ ബ്ലോക്ക് ഭരണ സംവിധാനം, പോലീസ്, DMG, QRT ടീമുകൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. രോഗബാധിതരായ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണെന്ന് മമതാ ബാനർജി അറിയിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ജില്ലാ ഭരണകൂടം നഷ്ടപരിഹാരം നൽകും. കൂടാതെ പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകും. ദുരിതബാധിതരായ കുടുംബങ്ങൾക്കൊപ്പം ഞാൻ നിലകൊള്ളുന്നു. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസത്തിനും എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടം തുടർന്നും സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. അസമിൽ ശക്തമായ കാറ്റിലും മഴയിലും ഗുവാഹത്തി വിമാനത്താവളത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാറ്റും മഴയും തുടരുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതിന്റെ വിവിധ മേഖലകളിലും വിമാനമാർഗമുള്ള യാത്ര നിർത്തലാക്കിയിരിക്കുകയാണ്. കേരളത്തെ തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാകുന്നതിനിടെ അസമിലും ബംഗാളിലും മണിപ്പൂരിലും കനത്ത മഴ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.